ഒരാളെ യാതൊരു സംശയവുമില്ലാതെ അന്ധമായി വിശ്വസിക്കുമ്പോൾ ഒടുവിൽ നിങ്ങൾക്ക് അതിൽ രണ്ടിലൊന്ന് ഫലം ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു നല്ല വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പാഠം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു മനുഷ്യൻ തന്നെയാണ്. ഇത് പറഞ്ഞാൽ എന്നോട് യോജിക്കുന്നവർ എത്ര പേരുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ചിരിക്കാനും ചിന്തിക്കാനും സംസാരിക്കാനും കാര്യങ്ങൾ വിശകലനം ചെയ്യാനും പഠിക്കാനും ഒക്കെ ഉള്ള കഴിവല്ലേ മനുഷ്യനെ മറ്റ് ജീവിവർഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത്? അപ്പോൾ മനുഷ്യൻ മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് നിസ്സംശയം പറയാം. ഇങ്ങനെയുള്ള മനുഷ്യർ തമ്മിൽ വഴക്കും വക്കാണവും ഉണ്ടാകാറില്ലേ? അതുപോലെ പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യാറുമുണ്ട്. ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുതെന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്ന പല സന്ദർഭങ്ങളും നമ്മളൊക്കെ അഭിമുഖീകരിക്കാറുണ്ട്. നിഷ്കളങ്കരായ ചില മനുഷ്യർ മറ്റുള്ളവരെ സ്വന്തമായി കണ്ട് അവരെ അന്ധമായി വിശ്വസിക്കാറുണ്ട്. ഇവരെ ഉടപ്പിറന്നവരെ പോലെ അല്ലെങ്കിൽ അതിലധികം എന്ന് കരുതി വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്, പങ്കുവയ്ക്കാറുണ്ട്. ചിലർ അത് അതീവ താല്പര്യത്തോടെ കേൾക്കുകയും അവരോട് കൂടുതൽ അടുക്കുകയും അവരോടൊരു ആത്മബന്ധം പുലർത്തുകയും ചെയ്യും. അവർ തമ്മിൽ നല്ല രീതിയിലുള്ള ആത്മബന്ധം പുലർത്തുമ്പോൾ അവർ സ്വന്തക്കാർ അല്ലെങ്കിൽ രക്തബന്ധത്തെക്കാൾ ദൃഢതയുള്ള ബന്ധമായി അത് മാറും. എന്നാൽ മറ്റു ചിലരാകട്ടെ അവരുടെ കയ്യിൽ നിന്നും കിട്ടാവുന്ന വിവരങ്ങളെല്ലാം ശേഖരിച്ച് അവരുടെ ദൗർബല്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അവരെ പിന്നിൽ നിന്നും ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം ഉപദ്രവകാരികളുടെ കൂടെ സമാന സ്വഭാവമുള്ള ആളുകളെ അവർ കൂട്ടുകയും ചെയ്യും. കിട്ടുന്നിടത്തെല്ലാം വെച്ച് തലങ്ങും വിലങ്ങും ഇവരുടെ ദൗർബല്യത്തെ ചോദ്യം ചെയ്യുകയും അപഹസിക്കുകയും ചെയ്യും. ഇങ്ങനെ അന്ധമായി മനുഷ്യരെ വിശ്വസിക്കുമ്പോൾ ചില നല്ല വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ കഴിയും. അതേപോലെ നിങ്ങളെ ഉപദ്രവിച്ചവരുടെ പ്രവൃത്തിയുടെ ഫലമായി ജീവിതത്തിൽ നിങ്ങൾ നല്ല പാഠം പഠിക്കുകയും ചെയ്യും. ശുഭദിനം.